ഹലോ, അപ്പം നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു 6:30 ആകുമ്പോഴത്തേനും എണീറ്റ് വന്ന ഉടനെ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇന്ന് ദോശയും ചമ്മന്തിയും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിൽ ഇന്ന് ഞാനും അമ്മയും മുത്തശ്ശനും മാത്രമേ ഉള്ളൂ. ചേച്ചിമാരും അച്ഛനൊന്നും ഇവിടെ ഇല്ല, രുദ്രക്കുട്ടനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് എന്ത് കറി ഉണ്ടാക്കുന്ന ആലോചിച്ചപ്പോഴാണ്, എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ കോവയ്ക്ക് ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചു വെച്ച കോവയ്ക്കാണ്. സംഭവം അത് അവിടെ ഇരുന്നിരുന്ന് നന്നായിട്ട് പച്ച കോവയ്ക്ക് പോയി പഴുത്ത കോവയ്ക്കായിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചാൽ അതിൻ്റെ പൊടി പോലും കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ കഴുകി അതൊക്കെ കട്ട് ചെയ്തെടുത്ത് ഉപ്പേരി മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ വലിയ പണിയില്ലല്ലോ. ഒരു ചീനച്ചട്ടി എടുത്ത് അതിനകത്ത് ഓയിൽ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക് എടുത്ത് അതിനകത്ത് ഇടുക. എന്നിട്ട് നന്നായി വഴണ്ട് വരുമ്പോൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, ആവശ്യത്തിന് എത്രയെന്ന് വെച്ചാൽ മുളക് പൊടിയും കൂടെ ഇടാം കേട്ടോ. ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ സമയം ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ വഴറ്റുമ്പോൾ അതിൻ്റെ കളറൊക്കെ ജസ്റ്റ് മാറി സെറ്റായിട്ട് വരും കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും കാണുന്നൊരു സംഭവമാണ് ഈ കോവയ്ക്കും വെണ്ടയ്ക്കും. എന്നും ഞാൻ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് ഇതിലേക്ക് തന്നെ ഉടക്കും കേട്ടോ. എന്ന് വെച്ച് ഇതെൻ്റെ ഫേവറേറ്റ് ഒന്നും അല്ല കേട്ടോ. പക്ഷെ എനിക്കറിയില്ല, ഞാൻ എപ്പോഴും ഇതും വാങ്ങിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരാറുള്ളത് പച്ചക്കറി വാങ്ങിക്കാൻ പോയാൽ. പിന്നെ കുറച്ച് നോട്ട്സ് എഴുതാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2024 ജനുവരി ടു ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ പ്രിൻ്റ് എൻ്റെ കയ്യിലുണ്ട്, വൊക്കാബ് സ്പീഡിയൻ്റെ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ 2025 മുതലുള്ള കറണ്ട് അഫയേഴ്സ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് മാത്രം ജസ്റ്റ് നോട്ടിലേക്ക് എഴുതി വെക്കാറാണ് ഉള്ളത്. ഡെയിലി നമ്മളിങ്ങനെ കുറച്ച് സമയം കുറച്ച് പോയിന്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നോട്ടിലേക്ക് എഴുതി വെക്കുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എഴുതുമ്പോൾ. പക്ഷെ ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ പെൻഡിങ് വെച്ചുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒരുപാട് പോയിന്റ്സ് ആവും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എത്ര എഴുതുന്നതെന്നുള്ളൊരു ഫീലായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഡെയിലി എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ബയോളജിയിലുള്ള അസ്ഥി വ്യവസ്ഥ എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ കുറച്ച് നേരം വായിച്ചുകൊണ്ടിരുന്നത്. ഇതിന്ന് എപ്പോഴും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. അതുപോലെ തന്നെ നവജാത ശിശുക്കളിൽ അത് 300 ആയിരിക്കും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ എന്ന് പറയുന്നത്. ചെറിയ അസ്ഥിയാണെങ്കിലോ ചെവിയിൽ കാണുന്ന സ്റ്റേപ്പിസ് ആണ്. അതുപോലെ തന്നെ അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള ജീവകമാണ് വൈറ്റമിൻ ഡി. അതുപോലെ തന്നെ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോഹം കാൽസ്യമാണ്. പിന്നെ മുട്ടുചിരട്ടിയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. കണം കൈയിലെ അസ്ഥികൾ റേഡിയസും അൾനയും. അതുപോലെ തന്നെ കണം കാലിലെ അസ്ഥികളാണെങ്കിൽ ടിബിയ ഫിബുല. വിരലിലെ അസ്ഥികൾ ഫലാഞ്ചസ് ആണ്. അതുപോലെ തന്നെ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. പിന്നുള്ളത് തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം 29. അതുപോലെ തന്നെ മുഖത്തിൽ 14 അസ്ഥികളും കപാലത്തിൽ 8 അസ്ഥികളും ചെവിയിൽ 6 അസ്ഥികളും ഹയോയിഡ് 1 അസ്ഥി. അങ്ങനെ മൊത്തം 29 അസ്ഥികൾ തലയിൽ മാത്രമായിട്ടുണ്ട്. എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ് മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥികളുടെ എണ്ണം 80 എണ്ണവും മനുഷ്യനിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം 126. അപ്പോൾ ഞാൻ ഇന്ന് അധികമൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് സമയം പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ബുക്കൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നേരെ ചെമ്പരത്തിയുടെ ഇല വലിക്കാനായിട്ട് പോയി. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ടോ ഹെയർ കെയർ ഒക്കെ ഒന്ന് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ മൊത്തം പോയ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു ലെങ്ത് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇപ്പം എന്താണെന്നറിയില്ല, എല്ലാത്തിനും ഒരു മടി. ഹെയർ കെയർ ആണെങ്കിലും ഫേസ് കെയർ ആണെങ്കിലും ഒന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതേ ഇല്ല. ഹെയറിന് എത്ര തിക്ക് ഉണ്ടായാലും ലെങ്ത് ഉണ്ടായാലും നമ്മൾ കുറേ ദിവസം ഹെയർ കെയർ ഒന്നും ചെയ്യാതെ മുടിയൊന്നും ശ്രദ്ധിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹെയർ നല്ല രീതിക്ക് കുറയും. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെമ്പരത്തി പൂവ്, ചെമ്പരത്തിയുടെ ഇല, അതുപോലെ തന്നെ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ, കഞ്ഞിവെള്ളം 1 ഗ്ലാസിൻ്റെ പകുതി. പിന്നെ കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മളുടെ ഹെയറിന് നല്ല രീതിക്ക് കറുപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പാക്ക് ഹെയർ ഫോള് കുറച്ച് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. ആ സമയം കൊണ്ട് ഫേസ് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സെറ്റഫിലിൻ്റെ ക്ലെൻസർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ഇത് മൊത്തത്തിൽ തീർന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ ഫേസ്. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചുള്ള ഹെയർ പാക്ക് എടുത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മുടിയിൽ തേക്കുന്നതിനെക്കാട്ടിലും സ്കാൽപ്പിൽ തേക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെനിഫിറ്റ് എന്ന് തോന്നുന്നു.
ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം കേട്ടോ. ഒരുപാട് സമയം, ഒരു അരമണിക്കൂറിൽ കൂടുതലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് തണുപ്പൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും, അപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സമയം വെക്കാതിരിക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. രാവിലെ ഹെയർ പാക്ക് ഇട്ടതിൻ്റെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഒരു ദിവസം ഇടുമ്പോഴത്തേനും ഹെയർ അങ്ങനെ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ഹെയർ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, അതിലൊരു സംശയമില്ല. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും മുത്തശ്ശനുള്ള ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കിട്ടു. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്ത് നേരെ പഠിക്കാനായിട്ടിരുന്നു. എനിക്ക് അപ്പോഴാണ് ബോധോദയം വന്നത്. ഇന്ന് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആൻസർ നോക്കിയിട്ട് അത് ടിക്ക് ചെയ്ത് വെക്കും. അതിനുശേഷമാണ് ഞാൻ പഠിക്കാറുള്ളത്. അപ്പോൾ മലയാളത്തിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് ലക്ഷ്യയുടെ സ്കൂൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കും അതേപോലെ തന്നെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം ബുക്കുമാണ് കേട്ടുള്ളത്. ഇതിൽ രണ്ടിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതുവരെ PSC നടത്തിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിനകത്തുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടാതെ പര്യായപദം, പിരിച്ചെഴുത്ത്, ഘടകപദം, വിപരീതപദം, നമുക്ക് സിലബസിലുള്ള പദശുദ്ധി, ഒറ്റപ്പദം, കൃതികളും എഴുത്തുകാരും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കവി വാക്യങ്ങൾ, പ്രശസ്ത എഴുത്തുകാർ, അങ്ങനെ മൊത്തം ഇതിനകത്തുണ്ട്. പിന്നെ ശൈലികളും പഴഞ്ചൊല്ലുകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ചില ശൈലികൾ ഞാൻ വായിക്കാം. ചെണ്ട പൊട്ടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധത്തിൽ ചാടിക്കുക, അതുപോലെ തന്നെ ശ്ലോകത്തിൽ കഴിക്കുക, അതിയായി ചുരുക്കുക. അപ്പോൾ ദേ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPOക്ക് എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ നോട്ടിലേക്ക് എഴുതി വെച്ചതാണ്, വിട്ടു പോരുതെന്ന് വെച്ചിട്ട്. എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും ഉണ്ട്. സിലബസ് പഠിച്ച് തീരാത്തവരും അതുപോലെ തന്നെ ബിഗിനേഴ്സൊക്കെ ഇതുപോലെ യൂട്യൂബിലോ അതുപോലെ തന്നെ എന്തെങ്കിലും ടെലഗ്രാം ചാനലിലൊക്കെ നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഒരു നോട്ട്ബുക്കിലോട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് അതിന് പ്രയോറിറ്റി കൊടുക്കുക. അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളത് പഠിക്കുക. ഒരുപാട് വലിച്ചു വാരി പഠിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം മൊത്തം പോയി കിട്ടും. അതേപോലെ തന്നെ മാർക്ക് ഒട്ടും കൂടുകയില്ല. അപ്പോൾ അതിനേക്കാളും ബെറ്ററാണ് ഈ ഒരു ഐഡിയ. ഇപ്പോൾ ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്, പക്ഷെ അതിന് 2 മാർക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന മുന്നേ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലാതെ ഇത് മൊത്തം ഇരുന്ന് പഠിച്ച് അതിന് 2 മാർക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വെറുതെ സമയം കളയണ്ടല്ലോ. ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കറണ്ട് അഫയേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ സമയം കുറേ പ്രാവശ്യം ഇങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിലാണ് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. കുറച്ച് കറണ്ട് അഫയേഴ്സ് കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിൻ്റെ വേദി തിരുവനന്തപുരമാണ്. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിൻ്റെ വേദി തിരുവനന്തപുരം. എനിക്ക് കറണ്ട് അഫെയർ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ വായിച്ചെടുത്തിട്ടുണ്ടെങ്കിലാണ് മനസ്സിലാവുള്ളൂ, ഓർമ്മയുണ്ടാവുള്ളൂ കേട്ടോ. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൻ്റെ കീഴിൽ നാവികസേനയുടെ പുതിയ ഉപകേന്ദ്രം സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ലയാണ് ട്രിവാൻഡ്രം. അതുപോലെ തന്നെ പക്ഷിപ്പനി പടർന്നു പിടിച്ചത് ആലപ്പുഴയിലാണ്. പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നത് ആലപ്പുഴയിലാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുപോലെ തന്നെ ആദിവാസി മേഖലയിലെ എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കരുതൽ എന്ന പേരിൽ പരാതി പരിഹാര സമ്പർക്ക പദ്ധതി നടപ്പിലാക്കപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. 2024 ജൂണിൽ നേരിയ ഭൂചലനം ഉണ്ടായ കേരളത്തിലെ ജില്ലകളാണ് പാലക്കാടും തൃശ്ശൂരും. 2024 ജൂണിൽ നേരിയ ഭൂചലനം ഉണ്ടായിട്ടുള്ള കേരളത്തിലെ ജില്ലകൾ പാലക്കാടും തൃശ്ശൂരുമാണ്. അതുപോലെ തന്നെ സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം കേരളമാണ്. പിന്നെ ഞാൻ പഠിത്തമൊക്കെ നിർത്തിയിട്ട് എനിക്ക് നല്ല രീതിക്ക് ബോറടിച്ച് തുടങ്ങി. ശരിക്കും ഇപ്പോൾ രുദ്രക്കുട്ടനെയും ദേവക്കുട്ടിനെയും ഒക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ദിവസം അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനും അമ്മയും കൂടെ മാത്രമായപ്പോൾ ഭയങ്കര ബോറടിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നത് കേട്ടോ. രുദ്രക്കുട്ടൻ കരഞ്ഞ് മേമേ ഗേറ്റിൻ്റെ അവിടേക്ക് പോവാം, ബസ് കാണാൻ, ലോറി കാണാൻ എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കാറുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും അവനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ രുദ്രു. അവനെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഈ മരത്തിൽ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവാറുള്ളതാണ് കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഇത്തവണ വളരെ കുറവായിരുന്നു. എല്ലാ തവണയും നമ്മൾ മാങ്ങയൊക്കെ വലിച്ച് അടുത്ത വീട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാറുള്ളതാണ്. ഇത്തവണ വളരെ കുറവായിരുന്നു മാങ്ങ. വീടിൻ്റെ അകത്തിരുന്ന് ചൂടെടുത്തപ്പോഴാണ് പുറത്തേക്ക് വന്നത്. പുറത്തെത്തിയപ്പോഴത്തേനും അതിനേക്കാളിലും ഭയങ്കര ചൂട് കേട്ടോ. ഒരു 5:30 സമയമൊക്കെ ആയിട്ടുണ്ടാവും, എന്നാലും ഭയങ്കര ചൂടായിരുന്നു. ഇന്ന് മാത്സ് ഒട്ടും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് സമയം മാത്സ് കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ ബൈ, സി യു.